നമ്മളെ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഹായ്, ഞാനിന്നിപ്പോൾ വനിതാ വിനീതയിലാണുള്ളത്. നമ്മുടെ ഒരു മൂവിയുടെ റിവ്യൂ ഷോയ്ക്ക് വേണ്ടിയിട്ട് വന്നതാണ്. ഒരു കേരളത്തിലെ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ മൂവിയാണ്. ഒരു ദൃശ്യവിസ്മയം തന്നെ തീർത്തിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. ഇതിൻ്റെ ഡയറക്ടർ രമേഷ് ബാബു സാറ്, പിന്നെ പ്രൊഡ്യൂസർ ബിന്ധ്യ, നല്ലൊരു എഫേർട്ടാണ് എടുത്തിരിക്കുന്നത്. വളരെ നന്നായിട്ടുണ്ട്. I'm happy to have been watched the very first show of Kerala's first artificial intelligence movie, Nightfall Kochi Innovation, and I appreciate the effort of Mr. Ramesh, director and producer Bindya. Okay, nice movie. നല്ല സിനിമയാണ് കേട്ടോ. ഇതുപോലെയുള്ള സിനിമകൾ അതിനനുസരിച്ച് ഇതുപോലെ സിനിമകൾ വരും. ഇൻഡസ്ട്രിക്ക് ചിലപ്പോൾ ഇത് ഗുണമായിരിക്കില്ലായിരിക്കാം, പക്ഷേ ഇതുപോലെ കഥ ചെയ്യണമെന്നും ടെക്നോളജി ഉപയോഗിക്കണമെന്നൊക്കെയുള്ള ആളുകൾക്ക് ഇതുപോലുള്ള ഇനി സാങ്കേതികമായിട്ട് ഒരുപാട് സിനിമകൾ വരും. പല രംഗത്തും ഇതുപോലെയുള്ള സിനിമകൾ വരും. എന്നുള്ള രീതിയിൽ കുഴപ്പമില്ല. ബാക്കി ഇതിൽ ഒരുപാട് ആകാശം കടന്ന് ഭൂമിക്കടി ഇങ്ങനെ ഒരുപാട് ടെറൈനിലൂടെയാണല്ലോ പടം പോകുന്നത്. അതൊക്കെ ഒരു ഭയങ്കര വിഷ്വൽ എക്സ്പീരിയൻസ്. നമ്മൾ നോർമൽ സിനിമ എന്നുള്ളത് മാറ്റി വെച്ച് എന്നുള്ള രീതിയിൽ എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, താങ്ക് യു. ആണ് മൂവിന്നുള്ളത് പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. മൂവിൻ്റെ അത് വളരെ നന്നായിരുന്നു. ആ സ്റ്റോറി ടെല്ലിങ് കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് കാണാൻ പറ്റുന്ന നല്ല മൂവിയാണ്. നല്ല സൗണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ നന്നായിരുന്നു. വളരെ നന്നായിരുന്നു. അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ മൂവി എക്സ്പീരിയൻസ് നന്നായിട്ടുണ്ട്. നമ്മൾ ഇനിയിപ്പോൾ ഉള്ള കാലഘട്ടത്തിലേക്ക് ക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടമാണല്ലോ ഇനി വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സിനിമകൾ ഇനിയും നമുക്ക് ഒരുപാട് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതൊരു തുടക്കം വന്ന രീതിയിൽ ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു ഫാക്ടർ തന്നെയാണ് സിനിമയുടെ ഒരു മുമ്പോട്ടുള്ള ഒരു യാത്ര. വെച്ചാൽ നമുക്ക് ഒട്ടും ബോറടിക്കാത്ത രീതിയിൽ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഹാപ്പിയാണ്. എക്സലൻറ്റ്. നമുക്കൊരു സിനിമ സാധാരണ പോലെ ഷൂട്ട് ചെയ്ത് അത് മൊത്തം വർക്കൗട്ട് ചെയ്ത് കാണണമെങ്കിൽ ഉള്ള ഒരു അതിന് സാങ്കേതികവും സാമ്പത്തികവുമായ പ്രയാസങ്ങൾ ആലോചിച്ചാൽ ഭയങ്കര സംഭവമാണ്. ലെവലിൽ. കാരണം വെച്ചാൽ അതിനകത്ത് ഓരോ ഷോട്ടും അല്ലെങ്കിൽ ഓരോ സീക്വൻസ് എന്ന് പറഞ്ഞാൽ കോടികളുടെ വിലമതിക്കുന്ന പ്രൊഡക്ഷനാണ്. നമുക്ക് അങ്ങനെ ഒരു ഷോട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ മിനിമം അത്രയും ലക്ഷം രൂപ ചിലവാക്കിയാലേ അത് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ട് ഞാൻ കാണുന്നൊരു വിഷയം. അപ്പോൾ ആ മീഡിയം നമുക്ക് ഇത്രയും ഈസിലി അവൈലബിൾ ആവുന്നൊരു അവസ്ഥയാണ് വരാൻ പോകുന്നത്. അതിൻ്റെ ഒരു സൂചനയാണ്. അല്ലാതെ അങ്ങനത്തെ ഒരു ഷോട്ട് പോലും നമുക്ക് കൺസീവ് ചെയ്യാൻ പറ്റില്ല. ഉറപ്പായിട്ട് അങ്ങനെ തന്നെ വരുള്ളൂ. കാരണം നമ്മൾ ഏറ്റവും ഈസി ആയിട്ടുള്ള സാധനമാണ് നമ്മൾ ചെയ്യുക. നമ്മൾ കോടികൾ മുടക്കേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് അത് തന്നെ ചെയ്യും. പക്ഷെ നമ്മളുടെ ഭാവനയ്ക്ക് അത്രയും പ്രസക്തി ഉണ്ട്, സാധ്യതയുണ്ട്. പക്ഷെ അവിടെ മനുഷ്യരുടെ അത് നമുക്ക് അടുത്തൊരു വിഷയമാണ്. അത് നമ്മൾ മാത്രം ചർച്ച കൊണ്ട് തീരുന്ന വിഷയമല്ല അത്. പക്ഷെ എനിവേ ഇറ്റ്സ് ആൻ എക്സലൻറ്റ് എക്സ്പീരിയൻസ്. അത് തീർച്ചയായിട്ടും എല്ലാവരും കാണുക തന്നെ വേണം. അതിനോട് ഒരു വിപ്രതിപത്തി കാണിക്കുകയോ അല്ലെങ്കിൽ അകന്ന് നിൽക്കുകയോ ചെയ്യാൻ പാടില്ല. അത് കണ്ട് അത് മനസ്സിലാക്കി അതിൻ്റെ ഒരു സാധ്യത എന്താണെന്ന് ആളുകൾ തിരിച്ചറിയുക തന്നെ വേണം. യാതൊരു സംശയമില്ല. സോ താങ്ക് യു വെരി മച്ച് ടു രമേഷ് ബാബു ഓൾസോ. നല്ല അറ്റംപ്റ്റാണ്. കാരണം ഇതേപോലത്തെ ഒരു വീഡിയോ ഇനി കുറച്ച് നല്ല രീതിയിൽ തന്നെ കാണാൻ പറ്റുക എന്നുള്ളത് നല്ല സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. ഞാനും ചെറിയൊരു IT ബേസ് തന്നെയാണ്. കാരണം ഇതിലേക്ക് കുറേ ആൾക്കാർ വരിക, കുറേ ആൾക്കാർ എന്താ പറയുക, അഭിരുചി ഉള്ളിലുള്ള ആൾക്കാരുണ്ടാവും. അവർക്കൊക്കെ ഏറ്റവും പ്രചോദനമാണ് നന്നായിട്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടും. കാരണം ഏറ്റവും നല്ലൊരു ഇനിഷ്യേറ്റീവ്, നല്ലൊരു വർക്കാണ്. താങ്ക് യു. മലയാള സിനിമയിൽ നമ്മൾ ഡിജിറ്റൽ സിനിമകൾ വരുന്നുണ്ടല്ലോ ആദ്യം. അപ്പോൾ വരുമ്പോൾ മൂന്നാമതൊരാൾ എന്ന് പറയുന്ന സിനിമയാണ് ആദ്യം വരുന്നത്. മൂന്നാമതൊരാൾ സിനിമ വന്ന സമയത്ത് അത് പെട്ടെന്ന് ആളുകൾക്ക് അതിൻ്റെ ഇങ്ങനെയൊരു സംഭവം മലയാളത്തിലുണ്ടാവും, അല്ലെങ്കിൽ ലോക സിനിമയിൽ തന്നെ അത് കീഴടക്കുമെന്ന് ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നൊരു കാലം വരുന്നില്ല. അതുപോലെ തന്നെ മലയാള സിനിമയിലെ ഒരു സമ്പൂർണ്ണമായിട്ടും AI-യിൽ ചിത്രീകരിച്ച ഒരു സിനിമ നമ്മുടെ ഡയറക്ടർ എന്ന് മണിക്കൊത്താണ് അദ്ദേഹത്തിൻ്റെ പേര്, രമേശിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു അറ്റംപ്റ്റ്
ആ ഒരു രീതിയിൽ വളരെ എന്താണ് പറഞ്ഞ ഒരു അഭിനന്ദനം അർഹിക്കുന്ന ഒരു അറ്റംപ്റ്റാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതിനി എന്താ പറയുക അതും ഒരു ഫീച്ചർ ഫിലിം, ഫുൾ ലെങ്ത് ഫീച്ചർ ഫിലിമായിട്ട് അത്രയും അതായത് പുതിയ കാലത്തിനനുസരിച്ചുള്ള കൺസെപ്റ്റ് കണ്ടെത്താനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ തന്നെ ആയിരക്കണക്കിന് കോടി രൂപ മുടക്കി ചെയ്യുന്ന ഹോളിവുഡ് സിനിമയോട് ഇതിനെ ഒരിക്കലും താരതമ്യം ചെയ്യരുത്. മലയാള സിനിമയിൽ ഒരു പുതിയ സംരംഭം എന്നുള്ള നിലയ്ക്ക് അത് തീർച്ചയായിട്ടും അത് പരാമർശിക്കപ്പെടും. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇതിന് അതിൻ്റെതായ ഒരു സ്ഥാനം ഉണ്ടാവും. ഇപ്പോഴത്തെ ഇത് വെച്ച് വീഡിയോയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ എഫേർട്ട് നന്നായിട്ട് സമ്മതിക്കണം. കാരണം നമ്മളിത് പ്രോംപ്റ്റ് അടിച്ച് സെറ്റ് ചെയ്ത് ഉണ്ടാക്കണം. അപ്പോൾ അതിന് ഡയറക്ടറിന് അത്യാവശ്യം നല്ല എന്താ പറയുക, പുള്ളിയുടെ എഫേർട്ട് എന്തായാലും അടിപൊളിയായിട്ട്. അതെ, പുള്ളിയുടെ അടുത്ത് കീപ് ഗോയിങ്. അതന്നെ പുതിയ ഇത് ട്രൈ ചെയ്ത് കുറച്ചും കൂടി അടിപൊളിയായിട്ട് കണ്ടിന്യൂവേഷനൊക്കെ അടിപൊളിയാവും.